2 ദിവസം കച്ചവടത്തിന് പോയില്ല. ഇന്ന് കച്ചവടം ചെയ്യുന്ന സ്പോട്ടിൽ എത്തി നോക്കുമ്പോൾ ഞാൻ നിൽക്കുന്ന സ്പോട്ട് വേറെ ഒരാൾ കയ്യേറി. ആളവിടെ അയൽ വരെ കെട്ടി താമസം തുടങ്ങി. നമുക്കാണെങ്കിൽ ഒന്നും പറയാനും പറ്റില്ല, കാരണം ഇത് പബ്ലിക് പ്ലേസ് അല്ല. പിന്നെ കുറച്ചും കൊണ്ട് മാറിയാണ് ഞാൻ എന്റെ സ്റ്റാൾ വെച്ച്. എന്റെ തൊട്ടടുത്ത് കൈതച്ചക്ക വെക്കുന്ന ഒരു ചേട്ടനുണ്ട്. ആളിപ്പോൾ കുറെ കാലമായിട്ട് വരില്ല. അതുകൊണ്ട് തന്നെ ആൾ വെക്കുന്നോട് ഞാൻ എന്റെ സ്റ്റാൾ പറയുകയാണെങ്കിൽ ഞാൻ നല്ല വീട്ടിൽ കുത്തിരിക്കുമ്പോൾ വെറുതെ ആലോചിച്ചു, ഞാൻ നാളെ കച്ചവടം ചെയ്യാൻ പോകുമ്പോൾ എന്റെ സ്പോട്ട് വേറെ ഒരാൾ കയ്യേറി എന്ത് ചെയ്യും. എന്തായാലും വിചാരിച്ച പോലെ തന്നെ ആയി. ഇന്ന് 10-55 ജ്യൂസും കൊണ്ടാണ് ഞാൻ വന്നത്. സാധാരണ എനിക്ക് ക്യാരറ്റ് ജ്യൂസ് ഒക്കെ ഉണ്ടാക്കി തല്ലിന്റെ പെങ്ങൾ പിന്നെ മുതൽ ഓള വകയും കുറച്ച് ജ്യൂസ് വെക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാം കൂടി 10-55 ജ്യൂസ്. 4 മണിയായാലും ഇവിടുന്ന് പോകാനാവില്ലാന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇന്ന് നല്ലൊരു ദിവസം, നല്ല രീതിയിൽ കസ്റ്റമർ ഉണ്ടായി. അതുകൊണ്ട് ഓരോ ദിവസവും എങ്ങനെ ആയിരിക്കുന്നുള്ളത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇന്ന് വളരെ ഷോക്കാണെങ്കിൽ ചിലപ്പോൾ നാളെ നല്ല രീതിയിൽ കച്ചവടം ഉണ്ടാവും. ഇപ്പം എനിക്ക് അതൊക്കെ മനസ്സിലാവുന്നുണ്ട്. പിന്നെ നമ്മൾ തൊട്ടിപ്പുറത്ത് നിൽക്കുന്ന ചേട്ടൻ എന്താ വിൽക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പോയി നോക്കി. എന്താ സാധനം? ശർക്കര റേറ്റ് 160. ഇത് സെയിം. കൽക്കൻ 80. ഇത് 160. ഇത് പനശർക്കരയും പനക്കൽക്കണ്ടാന്ന് പറയുന്നത്. ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതിന്റെ യൂസ് എന്താണ്, അതുപോലെ തന്നെ ഇതിന്റെ ടേസ്റ്റ് എന്താണെന്ന് എനിക്ക് അറിയില്ല. 2 മണിയായപ്പോഴത്തേക്ക് നമ്മൾ എല്ലാ സാധനവും വിറ്റ് കഴിഞ്ഞാണ്. ഡിസ്പ്ലേ വെച്ചൊരു ജ്യൂസ് ബാക്കിയുണ്ടായി. അത് സ്കൂളിൽ ഉണ്ടായി കുട്ടികൾക്ക് കൊടുത്തു. 1-2 കമന്റ് ഒക്കെ ഞാൻ കണ്ടേ. ആ സ്കൂളിലുള്ള കുട്ടികൾക്കൊക്കെ ഒന്ന് ജ്യൂസ് കൊടുത്തൂടെ. ഇന്റർവ്യൂ സമയത്ത് ലഞ്ച് ടൈമിനൊക്കെ ഒരു 10-20 കുട്ടികളെങ്കിലും മിനിമം എൻ്റെ അടുത്ത് ഒന്ന് ഹായ് പറയും. അവർക്കൊക്കെ ഞാൻ ജ്യൂസ് കൊടുക്കാൻ നിന്നാൽ കൊണ്ടുവന്ന ജ്യൂസ് മൊത്തം അവർക്ക് കൊടുത്ത് തീർക്കാനേ ഉണ്ടാവുള്ളൂ. എന്തായാലും ഇന്നത്തെ അതേ തിരക്ക് എല്ലാ ദിവസവും ഉണ്ടാവട്ടെ.